മുനിസിപ്പാലിറ്റി NDA ആണ് 18-16 എന്ന നിലയ്ക്ക് ലീഡ് മാറി. പാലക്കാട് മുനിസിപ്പാലിറ്റി NDA 18 സീറ്റുകൾ NDA ലീഡ് ചെയ്യുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ, പാലക്കാട് മുനിസിപ്പാലിറ്റി ആ നിലയ്ക്ക് വരികയാണ്. UDF 16, NDAക്ക് 18. ചിത്രം കുറെ കൂടി 45 തിരുവനന്തപുരത്ത് 45 തിരുവനന്തപുരത്ത് 45 BJPക്ക് 45 സീറ്റ് തിരുവനന്തപുരത്ത് പകുതിയിലേക്ക് അടുക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന 2 നഗരസഭകൾ ഒന്ന് പോയിട്ടുണ്ടെങ്കിലും മറ്റൊന്ന് പിടിച്ചെടുക്കുന്നു. കോർപ്പറേഷനും കൂടി പിടിച്ചെടുക്കുന്നു. BJPക്ക് അഭിമാനാർഹമായ അതെ, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഉറപ്പിച്ചു. കാരണം 45 ഡിവിഷൻ വിജയിച്ചാൽ പിന്നെ പുറകോട്ട് പോക്കില്ല. കേവല ഭൂരിപക്ഷത്തിന് ചില സീറ്റുകളുടെ കുറവുണ്ടെങ്കിലും അത് കാര്യമാക്കാൻ നിലവിൽ കഴിയില്ല. 2 മറ്റുള്ളവർ, ഒന്ന് രാധാകൃഷ്ണനാണ്, മറ്റേത് ആരാണെന്ന് അറിയേണ്ടതുണ്ട്. LDF 22ലേക്ക് താണിരിക്കുകയാണ്. അപ്പോൾ 22-15 ഇന്ത്യ മുന്നണി ആയാലും 45-നേക്കാൾ മുകളിൽ 45, 22-15 എന്നുള്ളതാണ്. ഈ പാറ്റേൺ ആണെങ്കിൽ കേവല ഭൂരിപക്ഷം കിട്ടും. ലതിക സുഭാഷ് തോറ്റു. കോട്ടയം നഗരസഭ 48-ാം വാർഡിൽ ലതിക സുഭാഷ് തോറ്റു. നേരത്തെ ഇപ്പോ ഈ റിജിൽ മാക്കുട്ടിയുടെ ഒക്കെ കാര്യം പറയുന്നത് പോലെ ലതിക സുഭാഷ് ഒക്കെ ഈ വൈകിയ സമയത്തെങ്കിലും ഒരു വിജയം സ്വാഭാവികമായി അർഹിക്കുന്നതാണ്. NCP സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. അതെ, EM അഗസ്തി തോറ്റു, ലതിക സുഭാഷ് തോറ്റു. അപ്പോൾ പ്രമുഖര് തോറ്റു. കോഴിക്കോട് നഗരസഭയിൽ മുസാഫർ അഹമ്മദ് മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടപ്പെട്ട മുസാഫർ അഹമ്മദ് തോറ്റു. അങ്ങനെ വൻതലകൾ വീണ തിരഞ്ഞെടുപ്പ് കൂടിയാണ്. അതേസമയം വലിയ വിജയവും അതിന്റെ ആഘോഷവും ആഹ്ലാദവും ഒക്കെ എങ്ങും പ്രകടമാണ്. നമുക്ക് വിവിധങ്ങളിലെ റിപ്പോർട്ടർമാരിലേക്ക് ആദ്യഘട്ടത്തിൽ BJP NDA ഇവിടെ തിരുവനന്തപുരത്ത് മുന്നിട്ട് നിന്നിട്ട് LDF ഒരു തിരിച്ചുവരവൊക്കെ നടത്തിയിരുന്നു. ഒരു ടൈറ്റ് ഫൈറ്റ് ഒക്കെ ഉണ്ടായി. ഏറെക്കുറെ ഒരേ സംഖ്യയിലേക്കൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടായി. ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് പോയി. നേരിയ ഭൂരിപക്ഷത്തിൽ കോർപ്പറേഷൻ BJP പിടിക്കുമെന്നെങ്കിലും വിചാരിച്ചെടുത്താണ് ഇപ്പോൾ ഈ 45-22 എന്ന നിലയ്ക്കൊക്കെ നിൽക്കുന്നത്. 45-22-15 ഒരു കൺഫ്യൂഷനെയും ആവശ്യമില്ല. കോൺഗ്രസിന് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, വലിയ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അവർക്ക് അഭിമാനത്തോടു കൂടി എഴുന്നേറ്റ് എന്ന് പറയാം, ഞങ്ങളുടെ വോട്ട് പോയിട്ടില്ല, ഞങ്ങൾക്ക് വോട്ട് വന്നിട്ടുണ്ട് എന്ന്. LDF-നാണ് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. LDF 22ലേക്ക് താണിരിക്കുന്നു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ BJPക്ക് കഴിയുമോ, NDAക്ക് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇനി സംശയം. മറ്റുള്ളവരെ കൂടെ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണകൂടത്തിന്റെ പൊൻതൂവലുകളിലേക്ക് ഒന്നുകൂടി എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു പുതിയ പാട്ടിന്റെ അകമ്പടിയോടുകൂടി പറഞ്ഞു വെക്കാം. നിയമം കഴിഞ്ഞ തവണ നിയമസഭയുടെ കാലത്താണ് എങ്കിൽ ഇതാ കോർപ്പറേഷൻ അങ്ങനെ തന്നെ BJPയുടെ കൈവെള്ളയിൽ വെച്ച് കൊടുത്തിരിക്കുന്നു. പൊൻതൂവലുകൾ ഏറെ അവകാശപ്പെട്ട നഗരസഭാ ഭരണമാണ്. അതുകൊണ്ട് ഇതുകൂടി ഇരിക്കട്ടെ.